2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള കേന്ദ്ര ബജറ്റ് ഫെബ്രുവരി ആദ്യവാരം അവതരിപ്പിക്കുമെന്നാണ് റിപ്പോർട്ട്. സ്ത്രീകൾക്കായുള്ള പ്രത്യേക സാമ്പത്തിക പദ്ധതികളിലായിരിക്കും ഈ ബജറ്റ് ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നും വിവരമുണ്ട്. രാജ്യത്തെ സാധാരണക്കാരായ വനിതകൾക്ക് സന്തോഷം പകരുന്ന പദ്ധതിയുമായാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വന്നിരിക്കുന്നത്. സ്ത്രീകൾക്ക് ജൻധൻ ബാങ്ക് അക്കൗണ്ടുകൾ വഴി വായ്പയും ഇൻഷുറൻസ് പരിരക്ഷയും അടക്കം നൽകാനാണ് സർക്കാർ പദ്ധതി. വായ്പകൾ, ക്രെഡിറ്റ് കാർഡ്, ഇൻഷുറൻസ് കവർ എന്നിവയടക്കം നൽകാൻ പദ്ധതി തയ്യാറാക്കിയതായിട്ടാണ് റിപ്പോർട്ടുകൾ. പ്രധാനമന്ത്രി ജൻധൻ യോജനയിൽ സ്ത്രീകളുടെ അക്കൗണ്ടുകൾ വഴി വായ്പയും ഇൻഷുറൻസ് സൗകര്യങ്ങളും വികസിപ്പിക്കുന്നതിലാണ് സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ പ്രധാനമന്ത്രി ജൻധൻ യോജനയുടെ ഭാഗമാണ് ജൻധൻ അക്കൗണ്ട്. ബാങ്ക് സേവനങ്ങൾ ലഭ്യമല്ലാത്തവർക്ക് വേണ്ടി നടപ്പാക്കിയ സീറോ ബാലൻസ് ബാങ്ക് അക്കൗണ്ട് പ്രൊജക്റ്റാണിത്. അതുപോലെ സ്ത്രീകൾ സംരംഭകരാകുന്നതിനായി ആരംഭിച്ച ഗ്രാമീണ ക്രെഡിറ്റ് സ്കോർ സാമ്പത്തിക സഹായ പദ്ധതികൾ വിപുലീകരിക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നതായും വിവരങ്ങളുണ്ട്. ഗ്രാമീണ സംരംഭങ്ങൾ, അതുപോലെ സ്വയം സഹായ സംഘങ്ങൾ എന്നിവയ്ക്ക് വേഗത്തിൽ വായ്പാ സഹായം ലഭ്യമാക്കാൻ കഴിഞ്ഞ വർഷത്തെ ബജറ്റിൽ അവതരിപ്പിച്ച ഗ്രാമീൺ ക്രെഡിറ്റ് സ്കോർ നടപ്പാക്കുന്നതും സജീവ പരിഗണനയിലാണ്. അതുപോലെ വനിതകൾക്ക് കൂടുതൽ സാമ്പത്തിക സേവനങ്ങൾ ലഭ്യമാക്കാൻ നീതി ആയോഗ് കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകിയിരുന്നു. ജൻധൻ അക്കൗണ്ടുകൾ സജീവമാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളാണ് നീതി ആയോഗ് മുന്നോട്ട് വെച്ചത്. നിലവിൽ ജൻധൻ അക്കൗണ്ടുകളിലൂടെ ഇൻഷുറൻസ് കവർ നൽകുന്നുണ്ടെങ്കിലും ഇവയുടെ പരിധി വർദ്ധിപ്പിക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത്. ഉയർന്ന കവറേജുള്ള പോളിസികൾ തിരഞ്ഞെടുക്കാനുള്ള അവസരവും ലഭ്യമാക്കിയേക്കും. പ്രവർത്തനരഹിതമായ ജൻധൻ അക്കൗണ്ടുകൾ സജീവമാക്കുന്നതിലും സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കും. ജനസംഖ്യയുടെ 100% പേരെയും ബാങ്കിംഗ് സാമ്പത്തിക സേവനങ്ങളുമായി ബന്ധിപ്പിക്കുക എന്നതാണ് സർക്കാരിൻ്റെ ലക്ഷ്യമെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു. 2047 വികസിത ഇന്ത്യ സൃഷ്ടിക്കുക എന്ന ദീർഘകാല ലക്ഷ്യത്തിൻ്റെ ഭാഗമായാണ് നടപടിയെന്നും വിലയിരുത്തലുകളുണ്ട്. അതേസമയം സമീപകാല ചരിത്രത്തിൽ ഇതാദ്യമായാണ് കേന്ദ്ര ബജറ്റ് ഒരു ഞായറാഴ്ച അവതരിപ്പിക്കുന്നതെന്ന പ്രത്യേകതയുമുണ്ട്. ബജറ്റ് സമ്മേളനം ജനുവരി 28 ആരംഭിക്കും. അന്നേ ദിവസം രാഷ്ട്രപതി പാർലമെൻറ്റിൽ ഇരുസഭകളെയും അഭിസംബോധന ചെയ്ത് നയപ്രഖ്യാപന പ്രസംഗം നടത്തും. തൊട്ടടുത്ത ദിവസം ജനുവരി 29 സാമ്പത്തിക സർവേ പാർലമെൻറ്റിൽ വെക്കും. തുടർന്ന് ഫെബ്രുവരി 1 രാവിലെ 11 മണിക്ക് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കും. ഇത്തവണത്തെ ബജറ്റ് അവതരണത്തോടെ തുടർച്ചയായി 9 ബജറ്റുകൾ അവതരിപ്പിക്കുന്ന ധനമന്ത്രി എന്ന അപൂർവ നേട്ടം നിർമ്മല സീതാരാമൻ സ്വന്തമാക്കും. സ്വതന്ത്ര ഇന്ത്യയിലെ 88ാമത് ബജറ്റാണിത്. ഏറ്റവും കൂടുതൽ ബജറ്റുകൾ അവതരിപ്പിച്ച മൊറാർജി ദേശായിയുടെ റെക്കോർഡിന് 10 ബജറ്റുകൾ തൊട്ടരികത്തെത്താനും ഇതോടെ നിർമ്മലയ്ക്ക് സാധിക്കും.